ഹലോ ഗൈസ്, ഞാനാണ് ഷിൻജാന്റെ ഏട്ടൻ. എന്റെ പേര് ബിൻജാൻ. ഞാൻ അങ്ങനെ ഷിൻജാന്റെ അടുത്തേക്ക് പോവാണ് ഗൈസ്. കുറെ നാളുകളായി ഷിൻജാനെ ഒന്ന് കണ്ടിട്ട്. ഒന്നില്ലെങ്കിൽ അവൻ എന്റെ കൂടപ്പിറപ്പല്ലേ. അപ്പൊ എന്തായാലും നമ്മളങ്ങനെ ലോസ് ആൻഡോസ് സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എവിടെയാണോ അവന്റെ വീട്? അവൻ ഫ്രാങ്ക്ലിൻ എന്ന് പറഞ്ഞവരുടെ ആളുടെ കൂടെയാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളങ്ങനെ അവരെ വീട്ടിലേക്കാണ് പോകുന്നത്. വീടൊന്നും എനിക്കറിയില്ല, എവിടെയാണോ. നിർത്ത് ഇത് മറ്റേ ചെറുക്കനല്ലേ സാറേ? ഇതേ നോക്ക്, ഇതാ മറ്റേ ഷിൻജാനല്ലേ, ആ തലതെറിച്ച ചെറുക്കൻ. ഇവന് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ വളർന്നു. അതെ അത് തന്നെ ഇപ്പൊ ഞാനും നോക്കുന്നത്. എടാ ഷിൻജാൻ, നീ ഇത്ര പെട്ടെന്ന് വലുതായോ? നീ വല്ല എന്താ കുടിച്ചത്? വല്ല മാജിക് ഡ്രിങ്ക് വല്ലതും കുടിച്ചോ? അയ്യോ സോറി സർ, ഇത് ഷിൻജാനല്ല, ഞാൻ അവന്റെ ചേട്ടൻ ബിൻജാനാണ്. എന്ത് ആ ഷിൻജാൻ? ആ തലതെറിച്ച ചെറുക്കന് ഏട്ടനും ഉണ്ടോ? എന്ത് അവനെ കുറിച്ച് നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? തലതെറിച്ച് ചെറുക്കൻ എന്നൊക്കെ പറയണേ. ഞാൻ അവന്റെ ചേട്ടനാ. അവന്റെ അടുത്തേക്ക് വന്നതാ. ഈ സ്ഥലത്തല്ല അവന്റെ വീട്. വീട് എവിടെ നിങ്ങൾക്ക് അറിയോ? ഓ പിന്നല്ലാതെ, അവനെ ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. അവന് ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. അതാണ് അവനെ എല്ലാവരും തലതെറിച്ച ചെറുക്കൻ എന്ന് പറയുന്നത്. ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അവൻ. അത് ശരി. അപ്പൊ എന്റെ അനിയനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലേ. അപ്പൊ അവൻ ഈ നാട്ടിൽ ഫേമസ് ആണല്ലോ. അതെ പോലീസ് അങ്കിളെ, എനിക്ക് അവരുടെ വീട് അറിയില്ല, ഒന്ന് ഹെൽപ്പ് ചെയ്യോ? അവൻ താമസിക്കുന്ന വീട് എവിടെയെന്ന് പറഞ്ഞുതരോ? ഓ അത് ഇവിടെ തൊട്ടടുത്തായിട്ടാണ്. നേരെ പോയിട്ട് ലെഫ്റ്റിലൂടെ പോയി കഴിഞ്ഞാൽ ഒരു 9-10 വീട്, അതാണ് അവന്റെ വീട്. ഓ അങ്ങനെയാണോ? എന്നാ ശരി സാറേ, ഞാൻ പെട്ടെന്ന് തന്നെ പോട്ടെ. അപ്പൊ ശരി, താങ്ക്സ്. എടാ മോനെ, നീ ഹെൽമെറ്റ് ഇട്ടിട്ടില്ലല്ലോ. 500 രൂപ ഫൈൻ അടിച്ചിട്ട് പോ. എന്ത് ഫൈനോ? അതൊക്കെ പിന്നെടുക്കാം. അല്ലെങ്കിൽ എന്റെ അടുത്ത് പെട്രോൾ അടിച്ചാൻ പോലും പൈസ ഇല്ല, എന്നിട്ടാണ് ഫൈന്. നേരെ പോയിട്ട് ലെഫ്റ്റ് എന്നല്ലേ പറഞ്ഞത്? ദേടാ നിക്കണ് ഷിൻജാനി. ആ പാർക്കിൽ നിക്കുന്നത് ഷിൻജാനാണല്ലോ. ചേട്ടന്മാർ അങ്ങനെ തന്നെ ഇടിക്കി. ആ ചേട്ടനെ ഇടിക്കി, ആ ചേട്ടാ ഈ ചേട്ടനെ ഇടിക്കി. എടാ ഷിൻജാന, ഇതൊന്നും അത്ര നല്ല കാര്യമില്ല. ആ ചേട്ടന്മാരെ വെറുതെ തമ്മിലടിപ്പിക്കുക. എടാ ഷിൻജാൻ പറഞ്ഞത് കേട്ടില്ലേ? എനിക്കാടാ കൂടുതൽ ശക്തി, അതുകൊണ്ട് നിന്നെ ഞാൻ ഇപ്പോ അടിക്കും. ഒന്ന് പോടാ. ഷിൻജാൻ പറഞ്ഞത് എനിക്കാണ് ശക്തി, അതുകൊണ്ട് നിന്നെ ഞാൻ ഇടിച്ചു കൊല്ലും. ആർക്കാ ശക്തി എന്ന് കണ്ടറിയാ. ചേട്ടന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടി തമ്മിൽ ആർക്കാണ് ശക്തി അവര് ജയിക്കും, അത്രേ ഉള്ളൂ. അതിലൊരു സംശയവുമില്ല. ഷിൻജാൻ പറഞ്ഞ ശക്തിയുള്ള ആൾ ഞാൻ തന്നെ. അത് ശരി. അപ്പൊ ഇതാണ് അവന്റെ പരിപാടി, ആളുകളെയൊക്കെ തമ്മിലടിപ്പിക്കുക. എടാ കൊച്ചർക്ക, ഇതെന്റെ ചേട്ടനല്ലേ ബിൻജാൻ. നീ എപ്പളാ വന്നത്? എത്ര കാലായി ചേട്ടാ നിങ്ങളെ കണ്ടിട്ട്? സുഖം തന്നെയല്ലേ? എനിക്ക് സുഖമായിട്ടിരിക്കണ്. അതൊക്കെ പോട്ടെ, ഇതാരാ? നിന്റെ ഫ്രണ്ടാണോ? അതെ, അത് ശിവ, എന്റെ വീടിന്റെ അടുത്തുള്ളതാ, എന്റെ ഫ്രണ്ടാ. ഓ അങ്ങനെ. ഞാൻ എന്തായാലും കുറച്ച് ദിവസം നിന്റെ വീട്ടിൽ കാണും. നിന്റെ ഫ്രാങ്ക്ലിൻ എവിടെയാടാ? ആ പുള്ളിക്കാരൻ വീട്ടിൽ കിടന്നുറങ്ങണ്ടാവും, ഇപ്പോഴൊന്നും എണീക്കാറായിട്ടില്ല. അതൊക്കെ പോട്ടെ, എന്തിനാ ഈ ആളുകൾ തമ്മിൽ അടികൂടണ്? അത് പിന്നെ ചുമ്മാ ഒരു രസത്തിന് ഇവന്മാരെ തമ്മിൽ അടിപ്പിച്ചതാ. ഒരു കാര്യം ചെയ്യ് ബിൻജാൻ ചേട്ടാ, നിങ്ങൾ അവന്മാരെ രണ്ടുപേരെ ഇടിക്ക്. നിങ്ങൾക്ക് നല്ല 6 പാക്കും ബോഡികളല്ലേ, നിങ്ങൾ അവന്മാരെ രണ്ടുപേരെ ഇടിക്ക്. ഞാൻ അവന്മാരെ വിളിക്കാം. ചേട്ടന്മാരെ ഇങ്ങോട്ട് വാ. ഈ ചേട്ടനെ കണ്ടോ? ഇതാണ് എന്റെ സ്വന്തം ചേട്ടൻ ബിൻജാൻ. പുള്ളിക്കാരനോട് മത്സരിക്കാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ? നിങ്ങൾ രണ്ടുപേരും പുള്ളിക്കാരൻ ഒറ്റയ്ക്ക്. നിങ്ങളെ കൊണ്ടൊന്നും പറ്റൂലെന്നറിയാം, എന്നാലും നിങ്ങളൊന്ന് കൂടി. എന്താടാ ഷിൻജാൻ മോനെ, ഇവനെ ഇടിക്കാരോ? ഇവനെ ഞാൻ ഒറ്റയ്ക്ക് മതി. എന്തിനാ രണ്ടുപേര്? അതെ അവനെ ഞാൻ അടിക്കാം. ധൈര്യം എന്നേറ്റവും അടിക്കാൻ വേടാ. എടാ ഷിൻജാൻ, നീ വെറുതെ ഒരു പണി ഉണ്ടാക്കല്ലേ. എന്തിനാ വെറുതെ? ചേട്ടാ നിങ്ങൾ അവരായിട്ട് ഫൈറ്റ് ചെയ്യ്. നോക്കാം. എടാ നീ മാറിക്ക്. ഫസ്റ്റ് ഞാൻ ഇടിച്ചു ഇവനെ എന്റെ കൈ കൊണ്ടാ ഇവന്റെ. വേണ്ട ഞാൻ ഇടിച്ചു ഇവനെ ഫസ്റ്റ്. അതെ, നിങ്ങൾ രണ്ടാളും കൂടെ വന്നുകൊണ്ട് എന്നെ അടിച്ചോളൂ, എനിക്കൊരു കുഴപ്പമില്ല. ഇനിയിപ്പോ നിങ്ങൾ രണ്ടാൾ വന്നിട്ടും ഒരു കാര്യമില്ല, നിങ്ങൾ രണ്ടുപേരും തീരും, അത്രേ ഉള്ളൂ. ഈ ബിൻജാൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ, ഇപ്പൊ കാണിച്ചുതരാം. ഈ നാട്ടിൽ ഞാൻ പുതിയതായി വന്നതാ, എങ്കിൽ പോലും എന്റെ ശക്തി എന്താന്ന് ഇപ്പൊ ഞാൻ കാണിച്ചുതരാം. അത്രക്കായ ഇപ്പൊ നിന്നെ കാണിച്ചുതരാം ഞാൻ ആരാന്ന്. ഇപ്പൊ ഞാൻ കാണിച്ചുതരാം. ഇന്ന പിടിച്ചോ. ഡിഷ്കോ. ഇത്രേ ഉള്ളു. നീ ഒരടി കിട്ടിയപ്പോഴേക്കും തെറിച്ചെങ്ങോട്ട് വീണു. കഴിഞ്ഞില്ലേ? എടാ ഷിൻജാനെ നോക്കടാ, ഇതല്ലേ നിന്റെ ചേട്ടൻ. ഇത്രേ ഉള്ളൂ. അയ്യോ എന്റെ ചേട്ടൻ വീണല്ലോ. ചേട്ടാ എണീക്ക് ചേട്ടാ. ഞാൻ കരുതി ചേട്ടന്റെ ബോഡിയൊക്കെ കണ്ടപ്പോ ചേട്ടന് ഭയങ്കര ശക്തിയായിരിക്കുന്നു, പക്ഷെ ചേട്ടൻ ഒറ്റയടിക്ക് ഇങ്ങ് വീണല്ലോ. അയ്യോ ഞങ്ങളുടെ ചേട്ടൻ ഒന്നും ചെയ്യില്ലേ? എടാ ഞാൻ അങ്ങനെ വീണിട്ടൊന്നുമില്ല, ഇപ്പൊ കാണിച്ചുതരാം. ഞാൻ വെറുതെ വീണതല്ലേ. ഇന്ന പിടിച്ചോ. എടാ നീയൊക്കെ എന്നെ അടിക്കുമല്ലേ, ഇന്ന പിടിച്ചോ. അയ്യോ എടാ മോനെ എടാ ഷിൻജാന്റെ ചേട്ടാ, എന്നൊന്നും ചെയ്യലടാ, ഞാൻ വെറുതെ അടിച്ചതാ. അയ്യോ എന്ത് ഇടിയടാ ഇവ ഇടിക്കണേ. അയ്യോ ഇങ്ങനെയൊന്നും ഇടിക്കലടാ. നിന്നോടൊക്കെ ഞാൻ പറഞ്ഞാണ്, നിങ്ങൾ രണ്ടുപേര് വന്നിട്ട് ഒരു കാര്യമില്ല. അയ്യോ ഞങ്ങളൊന്നും ചെയ്യല്ലേ, പ്ലീസ്. അയ്യോ അതെ ആദ്യമായിട്ടാ ഇങ്ങനത്തെ ഇടി കിട്ടുന്നത്. അയ്യോ എന്തൊരു വേദന. അയ്യോ ഞാൻ എന്റെ ചേട്ടനോട് പറഞ്ഞു കൊടുക്കും. അയ്യേ ഇത്രയും വലിപ്പമുള്ള പോത്തുകളെ പോലെ വലിപ്പുണ്ട്, എന്നിട്ടും കരയുന്നത് കണ്ടില്ലേ? നാണല്ലല്ലോടോ തനിക്കൊന്നും. ബിൻജാൻ ചേട്ടാ നിങ്ങൾ ഒരേ പുളി. ഞാൻ വിചാരിച്ച പോലെ തന്നെ നിങ്ങൾക്ക് ഭയങ്കര ശക്തിയാണല്ലോ. എന്തായാലും നമുക്ക് വീട്ടിലേക്ക് പോവാം, അവിടെ ഫ്രാങ്ക്ലിൻ ഉണ്ടോ? എന്നാ വണ്ടി കയറ്, നമുക്ക് വീട്ടിലേക്ക് പോവാം. അതെ, ഈ വണ്ടിയിൽ ഒരാൾക്ക് ഇരിക്കാനുള്ള സ്പേസ് അല്ലേ ഉള്ളൂ, എങ്ങനെ കേറുക? എടാ അഡ്ജസ്റ്റ് ചെയ്തിരുന്നോ? ഷിൻജാൻ ചെറിയ ചെറുക്കനല്ലേ, അവനെ അങ്ങ് മടിയിലിരുത്തിക്കോ. ഓക്കെ, ഇപ്പൊ കുഴപ്പമില്ല, വണ്ടി വിട്ടോ. അല്ല നിങ്ങളെ വീട് എവിടെയാന്നാ പറഞ്ഞത്? എനിക്ക് വഴി അറിയില്ല, പറഞ്ഞതാ. ദേ ഈ റൂട്ട് തന്നെ നേരെ പോയാൽ മതി. നേരെ പോകുമ്പോ നമ്മുടെ വീട് കാണാം. A few moments later.
ഓ അപ്പൊ ഇതാണല്ലേ നിങ്ങളുടെ വീട്? കൊള്ളാലോ, സംഭവം എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ല എവിടെ നിങ്ങളെ ഫ്രാങ്ക്ലി അണ്ണൻ? അത് പിന്നെ പുള്ളിക്കാരൻ എണീറ്റിട്ടില്ലാന്നാ തോന്നണേ. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. അങ്ങനെ ഉച്ചയായോ? സമയം ഇത്ര പെട്ടെന്ന്? അയ്യോ ഇതെന്താ 2 തലയുള്ള ഷിൻചാനോ? ഇനി ഷിൻചാന്റെ പ്രേതാണോ? അയ്യോ ഫ്രാങ്ക്ലിൻ ഇതിന്റെ ചേട്ടനാണ്, ഇത് പ്രേതൊന്നല്ല. എടാ എൻ്റെ അടുത്തേക്ക് വരല്ലേ, ഇത് ഷിൻചാന്റെ പ്രേതാണെന്ന് തോന്നുന്നു. അയ്യോ ഷിൻചാന്റെ തലയുള്ള ഒരു മനുഷ്യൻ. എന്റെ പൊന്നേട്ടാ, ഇത് പ്രേതൊന്നുമില്ല, ഇത് ഞാൻ ഷിൻചാന്റെ ചേട്ടനാണ്. എന്റെ പേര് ബിഞ്ചാൻ. ഞാൻ ഷിൻചാനെ കാണാൻ വേണ്ടി വന്നതാണ്. അങ്ങനെയാണോ? ഓ എന്തായാലും ശരിക്കും അത്ഭുതപ്പെട്ടു. ഷിൻചാൻ അതുപോലെ തന്നെ ഫേസ്, ബോഡി മാത്രം വലുത്. ഇതെങ്ങനെ? അത് എന്റെ ചേട്ടൻ ജനിച്ച അന്ന് മുതലേ അങ്ങനെയാണ്. അതൊക്കെ പോട്ടിടാ ഷിൻചാൻ, ഇങ്ങനെ ഒരു ചേട്ടനുള്ള കാര്യം നീ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ ഷിൻചാനെ. അത് പിന്നെ ഞാൻ മറന്നുപോയതാ. ശരിക്കും പറഞ്ഞാ എനിക്ക് ഇങ്ങനെ ഒരു ചേട്ടനുണ്ട്, പിന്നെ ഇതേപോലത്തെ വേറൊരു ചേട്ടനും ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ കുറെ പേരുണ്ടോ? അതെ, ഞങ്ങൾ കുറെ ഫാമിലീസ് ഉണ്ട്, അവരൊക്കെ അവിടെ ഉണ്ട്. ഞാനിപ്പോ ഷിൻചാനെ കാണാൻ വേണ്ടി വന്നതാ. ഇനി എന്തായാലും കുറച്ച് ദിവസം ഈ വീട്ടിൽ കാണും. നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? ഹേയ് എന്ത് ബുദ്ധിമുട്ട്, നിങ്ങളിവിടെ താമസിച്ചോ. നിന്റെ പേരെന്താന്ന് പറഞ്ഞത്? ബിഞ്ചാനോ? ഓ നിന്നെ കാണാൻ തന്നെ ഒരു വെറൈറ്റി ലുക്കായിട്ടുണ്ട്. എടാ ഷിൻചാനെ, എന്തായാലും നിന്റെ ചേട്ടനെ അകത്തേക്ക് കൊണ്ടുപോ. കുറെ ദൂരെ യാത്ര ചെയ്ത് വന്നതല്ലേ, ക്ഷീണം കാണും. അതുകൊണ്ട് റെസ്റ്റ് എടുക്ക്. ജ്യൂസോ വെള്ളോ എന്താന്ന് വെച്ചാൽ കൊടുക്ക്. A few moments later. എന്തായാലും ഷിൻചാന്റെ അതേ രൂപത്തിലുള്ള അവൻ ചേട്ടനെ കണ്ടപ്പോൾ ഞാൻ സർപ്രൈസ് ആയി പോയി. അവന്മാർ 3 പേരും കൂടെ ഇപ്പോൾ ടീമായല്ലോ. കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഷിൻചാനെ പോലെ ഉണ്ടെങ്കിലും ഷിൻചാന്റെ സ്വഭാവം ഒന്നും ഇല്ലാന്നാ തോന്നണേ. ഷിൻചാന്റെ തല തെറിച്ച സ്വഭാവം എന്തായാലും ഇല്ല, പാവാണെന്നാ തോന്നണ്ട ആള്. ചേട്ടാ ഇത് തന്നെ വീട്, ഇത് തന്നെ. ഉറപ്പാണോ? ഇത് തന്നെയാണോ നിങ്ങളെ തല്ലിയവന്മാരുടെ വീട്? ഇത് തന്നെ ചേട്ടാ, ആ ഷിൻചാന്റെ തലയുള്ള ആ പയ്യനാണ് ഞങ്ങളെ തല്ലിയത്. ഇതാണ് അവന്റെ വണ്ടി. ഈ വണ്ടി ഇത് ഞാൻ ഇപ്പൊ നശിപ്പിക്കും. എന്റെ അനിയന്മാരെ തൊടാൻ മാത്രം വളർന്നവൻ ആരാണവൻ? എന്തായാലും അവനെ വിളിച്ചോണ്ട് വാ, അവനെ ഇപ്പൊ തന്നെ തീർത്തേക്കാം. അങ്ങനെ എന്റെ അനിയന്മാരെ തൊടാൻ മാത്രം വലിപ്പം അവനായിട്ടില്ല. പുറത്താരോ വന്നിട്ടുണ്ട്, സൗണ്ട് കേൾക്കുന്ന. അയ്യോ ഇതാ ദിവാകരനല്ലേ, ഗുണ്ട ദിവാകരൻ. അയ്യോ എന്താ ഏട്ടാ ഈ വൈക്ക്? അനിയന്മാരെ, ഇവനാണോ നിങ്ങളെ ഇടിച്ചത്? അല്ല ഏട്ടാ, ഇവനല്ല, വേറൊരാള്, ഒരു കുഞ്ഞി പയ്യന്റെ തല വെച്ചിട്ടുള്ള അവൻ. ഡാടാ, നിന്റെ വീട്ടിലുള്ള മറ്റേവന്മാരെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാടാ. എന്തിനാണ്? ഇനി അവന്മാര് വല്ല പ്രശ്നം ഉണ്ടാക്കിയോ? അതൊക്കെ ഞാൻ പറഞ്ഞുതരാം, അവന്മാരെ വിളി. ഓക്കെ ഞാൻ വിളിക്കാം. എടാ ഷിൻചാനെ, പിഞ്ചാനെ. എടാ ഞമ്മളെ വിളിക്കണ്ടല്ലോ. ബിഞ്ചാൻ ചേട്ടാ, അല്ലെങ്കിൽ ഈ ഫ്രാങ്ക്ലിൻ എങ്ങനത്തെയാണ്? നമ്മൾ മര്യാദക്ക് TV കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ വിളിച്ചോളും. എന്തായാലും പോയോക്കാം. എന്താ ചേട്ടാ പ്രശ്നം? ഇത് മറ്റവന്മാരല്ലേ അടി കിട്ടിയ? എടാ നീയൊക്കെ വീണ്ടും വന്നോ? ഇതേതടാ, ഒരു വേട്ടാവളിയനെയും കൊണ്ടാണല്ലോ വന്നിട്ടുള്ളത്. എടാ പിഞ്ചാനെ, അങ്ങനെയൊന്നും സംസാരിക്കല്ലേ. അത് ദിവാകരനാണ്, ഗുണ്ട ദിവാകരൻ. നീ എന്താടാ ഇങ്ങനെയൊക്കെ പറയുന്നേ? അങ്ങനെയൊന്നും സംസാരിക്കരുത്. എന്താടാ, എന്നെ എല്ലാവർക്കും സാധാരണ പേടിയാണ്. നിനക്കെന്താടാ പേടിയില്ലേ? എന്നെ വേട്ടാവളിയെന്ന് വിളിച്ചല്ലേ? നിന്നെ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. നീ എന്റെ അനിയന്മാരെ ദേഹത്ത് തൊടുവല്ലേ? ചേട്ടാ അവനങ്ങ് തീർത്തേക്ക്. ഇന്നാ പിടിച്ചോ. എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. എടാ കഷണ്ടിത്തലയാ, നീ വിചാരിക്കണ പോലെ തോറ്റ് പിന്മാറുന്ന ആളല്ല ഞാൻ. ഇന്നാ പിടിച്ചോ. നിനക്കൊന്നും ഞാൻ ആരാന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ലേ? എല്ലാത്തിനും കഥ അങ്ങ് തീർത്തു. ഇത്രേ ഉള്ളൂ ഗൈസ്. ഇനി കുറച്ച് നാള് ഞാനും ഉണ്ടാവും ഈ വീട്ടിലോ. ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതിന്റെ പാർട്ട് 2 വീഡിയോ വേണമെങ്കിൽ കമന്റ് ഇട്.